ജേതാവിനെ പ്രഖ്യാപിച്ചു. The first prize goes to just number 10, Amara Sadek. Amara Sadek, yes. ഇന്നത്തെ ഈ സന്ധ്യയുടെ താരം, സ്റ്റാർ ഷെഫ് ഓഫ് ദിസ് ഈവനിംഗ്. ഇതോടൊപ്പം നടന്ന ജൂനിയർ ഷെഫ് മത്സരത്തിൽ ഒന്നാമതെത്തിയത് സ്റ്റാർ ഷെഫായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മാറ സിദ്ദീഖിന്റെ മകൻ അഹമ്മദ് യസാൻ. വർഷത്തെ സ്റ്റാർ ഷെഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർ ഷെഫ് അവാർഡും ജൂനിയർ ഷെഫ് അവാർഡും ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉമ്മയും മകനും. Media One Junior Chef. The first prize goes to just number 1, Ahmad Yasin. ഇവനാണ് ആൺകുട്ടി, നമ്മുടെയൊക്കെ അഭിമാനമായ താരം. ആക്ച്വലി ജൂനിയർ ഷെഫായി മാറി ഇന്ന് ഈ ഒരു വേദിയിലെ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനം സമ്മാനിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ രാജ് കലേഷിനെ ക്ഷണിക്കുകയാണ്. ഒരു സ്റ്റഫ് സ്പിൻഡിൽ വിത്ത് കോക്കനട്ട് റാഞ്ച് ടോപ്ഡ് വിത്ത് സ്വീറ്റ് മാംഗോ ചട്നി. സ്റ്റാർ ഷെഫ് ഫൈനലിൽ VP ജസീന രണ്ടാം സ്ഥാനം നേടി. മൂന്നാം സ്ഥാനം അനീസ ജാഫറും ഉദയത്തും പങ്കിട്ടു. ജൂനിയർ ഷെഫിൽ അസീന ഫാത്തിമ രണ്ടാം സ്ഥാനവും സെനിയ സാദ മൂന്നാം സ്ഥാനവും നേടി. സ്റ്റാർ ഷെഫ് ഓരോ സീസൺ പിന്നിടുമ്പോഴും മത്സരത്തിന്റെ നിലവാരം ഉയരുകയാണെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ഒരു ലെവലിലുള്ള ഒരു മത്സരം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു UAE ഭക്ഷണത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെയുള്ളൊരു നഗരമാണ്. അപ്പൊ അവിടെ നിന്ന് ഇതിൽ കുറച്ച് നമ്മൾ ഇനി പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരറിവാണ് ഈ സീസൺ 3 വന്നിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തു വെച്ചത്. അങ്ങനെ ഈ സ്റ്റാൻഡേർഡിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. സീരിയസ്ലി ഒരു രക്ഷയില്ലാത്ത ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഷെഫ്മാരാ ഇതിനകത്ത് വന്ന മുഴുവൻ മത്സരാർത്ഥികൾ. സ്റ്റൈലിലായിരുന്നു പ്രസന്റേഷൻ, ഫുഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു മാർക്കിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഈക്വലന്റ് ആയിട്ടുള്ള മാർക്ക് വന്നു. ലാസ്റ്റ് ഡിബേറ്റിൽ ഈ ഒരു വിന്നറെ കണ്ടുപിടിക്കാനുള്ള കാര്യം, ഇതിനകത്ത് പംകിൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയന്റ് പലരും പല രീതിയിലാണ് യൂസ് ചെയ്തത്. പ്യൂരി ആക്കി, സോസ് ആക്കി, ബ്യൂട്ടിഫുൾ ടേസ്റ്റ് വൈസ് ഒക്കെ എല്ലാവരും ചെയ്തു. പക്ഷെ ഇതിനെ ഒരു സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പ്രോപ്പർലി കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്ത് ബട്ടറിലിട്ടിട്ട് കോഫി പൗഡർ റബ്ബ് ചെയ്ത് ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ചിരിച്ചിരി മിക്സ് ചെയ്തു, പാസലിനെ യൂസ് ചെയ്തു, ഹാസൽനട്ടിനെ ബ്യൂട്ടിഫുള്ളി യൂസ് ചെയ്തു. അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസിനെയും പ്രോപ്പർലി യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ പ്ലേറ്റ് ചെയ്ത ആ ഒരു ടാലന്റിനാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു ചെറിയ ആഡോൺ കൂടിയുണ്ട്. സവാബായി കലേഷ, ഈ ഒരു സമയത്ത് ശരിക്കും നമ്മുടെ കഴിഞ്ഞ ജൂനിയർ ഷെഫിന്റെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അഹമ്മദ് യാസർ. ആ സമ്മാനം ഈ സമ്മാനം ഒരേ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ തന്നെ ഇവര് പ്ലാൻ ചെയ്തായിട്ടായിരിക്കും വീട്ടിൽ നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അമ്മയും മോനുമാണ്. ജൂനിയർ ഷെഫും സീനിയർ ഷെഫും. കഴിഞ്ഞ തവണ ജസ്റ്റ് ഫൈനലിൽ റണ്ണറപ്പ് ആയിരുന്നു. എന്തായിരുന്നു? അല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. കഴിഞ്ഞ 2 സീസണിലും ഫൈനലിസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത്തവണ കപ്പടിച്ചേ പോകുന്ന വാശിക്ക് വന്നു. ഇന്നത് അമ്മയും മോനും ജൂനിയർ ആൻഡ് സീനിയർ സ്റ്റാർ ഷെഫായിട്ടാണ് ഇവിടെ പോകുന്നത്. കൈയടി കൊട്ടുന്നതിന്റെ കരുത്ത് കുറയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെല്ലാം ചേർന്ന് ആ ഒരു പുരസ്കാരം അവരിലേക്ക് സമർപ്പിക്കുന്നു. കലേഷ്, ഇതിന്റെ ഒരു ഫൈനൽ നമ്മുടെ ഈ ഒരു വിന്നറെ കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് ലാസ്റ്റ് മിനിറ്റ് അതിന്റെ വിശകലനമൊക്കെ നടത്തിയ ഒരാളാണ്. സോ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ 8 പേരും ഒരു രക്ഷയില്ലാത്ത 10ൽ 8 പേര്, 2 പേരെ നമുക്കൊന്ന് മാറ്റി നിർത്താം. ബാക്കി 8 പേര്, ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ഇതാണ് പറയുന്നത്, കൺഫ്യൂഷനായി പോയി. എത്രയെങ്കിലും സമയം എടുത്തിട്ട് ഇത്രയും സമയം വൈകിയത് തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ 3 മിനിറ്റ് തീരുന്ന ഒരു കേസാണിത്. പക്ഷേ ഒരു രക്ഷയില്ല. ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വൺ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ഈ ഒരു മത്സരത്തിന്, ഈ ഒരു റേഞ്ച് കൊണ്ടുവന്നതിന്. ഇതിനകത്ത് പങ്കെടുത്ത് ഈ 3 സീസണുകളിൽ ഇപ്പോൾ 2 സീസണിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു, ഇത്തവണ കപ്പെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്രഹത്തിന്റെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, ഞാൻ കൊടുക്കാം, നമുക്ക് വിജയിക്ക് കൊടുക്കാം. സന്തോഷം, എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒന്നാമത്തെ 2 ആൾക്കും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഫൈനലിലെത്തി. നമ്മൾ എന്തായാലും ഫൈനലിലെത്തുമ്പോൾ വിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണല്ലോ. അതും ഫസ്റ്റ് സീസണിലും ഫൈനലിലായവരാണ്. ഫസ്റ്റ് സീസണിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഫൈനലിൽ അങ്ങനെ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ചെയ്യുക, ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ലപോലെ ചെയ്യാന്നുള്ളൊരു മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ വർഷമായപ്പം ഏതെങ്കിലും ഒരു പ്രൈസ് വാങ്ങിക്കുക. അന്നാണെങ്കിൽ പിന്നെ മോന് കിട്ടി, ജൂനിയർ ഷെഫായിട്ട് മോന് കിട്ടി. എന്നാലും അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, 2 ആൾ കൂടെ കിട്ടിയിരുന്നെങ്കിലോ. അങ്ങനെ ഈ പ്രാവശ്യം
അൽഹംദുലില്ലാ രണ്ടാൾക്കും കിട്ടി. അടുത്ത വർഷം രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമാണ് ഞങ്ങൾ അവസരം തരുന്നെങ്കിൽ ആരായിരിക്കും വരിക? ആരായിരിക്കും പറ്റുക? ഓക്കെ ഓക്കെ, സീരിയസ്ലി ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു. ജെന്യൂൻ ആയിട്ടല്ല ഈ മത്സരത്തിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഐഡിയാസ് കൊടുത്തിട്ടുണ്ടാവും. മേ ബി ഒരു ഹസ്ബൻഡ് ഷെഫ് ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഷെഫാണോ നിങ്ങൾ? എഞ്ചിനീയർ ആണ്. ഓക്കെ, ശരി. What a wonderful day, what a wonderful time and a moment, to be honest. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ 3000 dirhamsന്റെ ക്യാഷ് പ്രൈസ് ആണ് വിൻ ചെയ്തേക്കുന്നത്. അതിൽ ലുലു വൗച്ചർ ആണ് for 1500 dirhams and cash prize is for 1500. And ladies and gentlemen, can we give them a very very big round of applause? എല്ലാം ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. ഒരു ഓസം ലേഡിയാണ്. ആ സ്വാദ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, അതിനു വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട്, എല്ലാവരും ചേർന്ന് അകമഴിഞ്ഞ ഒരു ഗംഭീര കൈഡി കൊടുക്കാം. She has also placed 1000 worth voucher from Ayush Care. Adukonda, I think it's an amazing day for you and for each and everyone here. Oru vattam koda, can we all give them a very big round of applause? Thank you. ഈ വർഷത്തെ സ്റ്റാർ ഷെഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർ ഷെഫ് അവാർഡും ജൂനിയർ ഷെഫ് അവാർഡും ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉമ്മയും മകനും.